പറഞ്ഞു കേട്ടില്ലാത്ത തൂങ്ങലും ചാടിച്ചാകൽ കാലം കൈകാലമാ മുട്ടിയതേ. ബുദ്ധിജീവനൊന്നും സ്വയം ആഗ്രഹിക്കണ മനുഷ്യരെ തന്റെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ പോലും ശക്തിയില്ല, വിശേഷ ബുദ്ധി ഇല്ലാതിരിക്കുന്നു. ഒരിക്കലും ആ പാവം പെൺകുട്ടി വല്ലാത്തൊരു കാലം തന്നെയായിരുന്നു. ഈ കൊച്ചു കേരളത്തിൽ മണിക്കൂറിൽ കുറഞ്ഞത് 2 ആൾ ദിനം പ്രതി ആത്മഹത്യ ചെയ്യുന്നതാണ് പുതിയ കണക്ക്. എന്തുകൊണ്ട് കാമിക്കുന്നു? ഒരു ചെറിയ എത്തിനോട്ടാണ്. അവനെ കുത്തിപ്പൊരിക്കലും ശികാരവും കണ്ട ഞമ്മള് 65 വർഷം വരെയോട് ചിന്തിക്കും. അന്ന് നിക്കാൻ കഴിക്കുമ്പോ അനക്ക് പ്രായം എത്ര? 16. പ്രായം നമ്മുടെ മനസ്സിനാണ് ചിഹ്നത്തെ. ഞമ്മക്ക് ഇതുവരെ ഏതെങ്കിലും തിരക്കേടുണ്ടാ? അനക്കിടക്കിടയ്ക്ക് വന്ന തുമ്മലും ചീറ്റലും അല്ലാതെ നീ പറഞ്ഞപ്പോഴാണ് ഞമ്മളി പൊടിക്കുപ്പിന്റെ കാര്യം ഓർത്തത്. ഈ ബസ് സ്റ്റാൻഡിലെ പൊടിയും ചവറും പോരാടിട്ട് ഇതുകൂടി കേറ്റി വലിക്കും. ഒറ്റയ്ക്കല്ല, അവന്റെ മൂക്കിലും വായിലും കൊള്ളി കുത്തിട്ടുണ്ട്. കൊഴലി ഇനിയിപ്പോ തിന്നാനും കുടിക്കാനും മൂത്രമൊഴിക്കാനും കുഴലും വരും. ആര് വരും? പറയൂ, ഇവിടെ ഇപ്പൊ ആരുമില്ല. ഞാനിപ്പോ ബോട്ട് കെട്ടിക്കെടുത്തുള്ള ബസ് സ്റ്റാൻഡിലാണ്. നീ ഇപ്പൊ എവിടെയാണ്? ഞാനും ഇവിടെ തന്നെയുണ്ട്. വീട്ടിൽ ആരും അറിയാതെയാ ഞാൻ വന്നത്. വീട്ടുകാരെയും നാട്ടുകാരെ അറിയിക്കാൻ ഇതെന്താ നമ്മുടെ ആദ്യം ട്രിപ്പാണോ? എന്നാലും ഇവിടെ എന്നാലുമില്ല. ഒരു വെളിപ്പാടല്ലേ നിന്ന് വിളിക്കാൻ. ഫോൺ വേണോ നിനക്ക്? അതെന്താ സുഖം? ഫോണിൽ കൂടി നിന്റെ മക്കളെ കൂടി മടക്കൂടുതൽ പ്രത്യേകിക്കാൻ സുഖമാണല്ലേ? ഫോണില്ലാത്ത കാലത്ത് എന്താ മനുഷ്യരും ജീവിച്ചില്ലേ? പരസ്പരം സ്നേഹിച്ചില്ലേ? വിമാനം വരുന്നതിന് മുമ്പും മനുഷ്യൻ സഞ്ചരിച്ചില്ലേ? ആവശ്യം കൂടിയപ്പോൾ എനിക്കും നിനക്കും സമയം തിരിയാതെ വന്നപ്പോൾ അതിന്റെ വേഗതയും അതിനനുസരിച്ച് കൂടി. എന്തോ ഇവിടെ എവിടെയൊക്കെയോ എന്നെയും നിന്നെയും ആ മൊബൈൽ ഫോൺ കുടുക്കി. ഇവർക്കൊരു നിമിഷം പോലും ഞങ്ങളെ കൂടാതെ ജീവിക്കാനാവില്ല. രാവിലെ ഉണർത്തുന്നതും രാത്രി ഉറക്കുന്നതും എന്റെ റിംഗ് ടോൺ കേട്ടിട്ട് വേണം. പിന്നെ വിദേശ വിനിമയം, ഷോപ്പിംഗ്, ചാറ്റിംഗ്, അങ്ങനെ ആവശ്യങ്ങളുടെ ഒരു നീണ്ട നിര. താരാട്ടുപാട്ട് കേട്ടിട്ടും പാല് കൊടുത്തിട്ടും നിർത്താതെ കരഞ്ഞ കൈക്കുഞ്ഞു പോലും എന്റെ റിംഗ് ടോണിൽ നിശബ്ദമായി നീട്ടി കൂർക്കം വലിച്ച് ശാന്തമായി ഉറങ്ങും. ഈ കൊച്ചു കേരളത്തെ ഉണർത്തുന്നതും ഉറക്കുന്നതും ഞാനാണ്, അല്ല ഞങ്ങൾ. നീ എന്താ അടുത്ത പാൽ? നിന്റെ വീട്ടിൽ ഇപ്പോൾ എന്താ പരിഹാരം? ഇങ്ങനെ തുടർന്നാൽ പഠിത്തം നിർത്തുന്ന മട്ടാ. അപ്പൊ ഇനി നമ്മുടെ ചുറ്റിക്കളി നടക്കില്ല മോളെ. നമുക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിയാലോ? അതൊക്കെ 4ാം തരം സിനിമാ കഥയുടെ ക്ലൈമാക്സ് പോലെയാ. കുറച്ചു ദിവസം നമുക്കൊന്ന് മാറി നിന്നാലോ? രണ്ടും അർത്ഥത്തിൽ ഒന്നല്ലേ?
ഒന്നല്ല രണ്ട, ഇവിടെ തന്നെ അവരുടെ കൺമുന്നിൽ വിശ്വാസം ആർജിച്ചുകൊണ്ട് നമ്മുടെ ബന്ധം തുടരാം. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. അമ്മാവന്മാർ അറിഞ്ഞാലേ മറ്റൊരു കിഴിനാകും നീ സുമേഷ് മോനെ. പേടിക്കുന്നവരുള്ളതല്ല പ്രേമം, ആണുങ്ങൾക്കുള്ളതാണ്. ആണത്തോ ആൺകുട്ടിയും അടി കൊള്ളുമ്പോൾ തീരും. മക്കളെ, പഞ്ചാടിക്കര ബസ് പോയോ? ഇല്ല, ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. അയ്യോ, നിങ്ങൾ പോകുന്ന കാര്യമില്ല, ബസ് പോകുന്ന കാര്യമാ ചോദിച്ചേ. ഞങ്ങളിവിടെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ആദ്യ പിടിച്ച് നിൽക്കാൻ പറ്റി. മക്കളെ, ഇപ്പോഴേ ആദ്യം പിടിക്കല്ലേ, ആദ്യ വ്യാധിയാണ്, വ്യാധി മഹാവ്യാധിയാണ്. ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. മക്കളെ, നിങ്ങളെ കാഴ്ചയിൽ ഞങ്ങൾ കാലകമപ്പെട്ട പാഴ് വസ്തുക്കളാണ്. പക്ഷേ 4 തലമുറകളെ കണ്ട് വളർന്ന് തളർന്നവരാണ് ഞങ്ങൾ. ഒരുപാട് ജീവിത അനുഭവമുള്ളവർ. മിന്നുന്നതൊന്നും പൊന്നല്ല മക്കളെ, വെറും മിന്നാമിനുകളാ നിങ്ങൾ. വെറുതെ ഭ്രമം കൊണ്ട് ക്രമം തെറ്റിയിരിക്കുന്നവർ. ഞങ്ങൾക്ക് ജീവിതം ഒരു ആഘോഷമാണ് മൂപ്പിനെ. ചാളിക്കത്തണം. ചുരുക്കി പറഞ്ഞാൽ അടിച്ചുടച്ച് തീർക്കണം. നിങ്ങളുടെ ഭാഷയിൽ അടിച്ചു പൊളി. നിങ്ങൾ ഇതുവരെ കണ്ടിരുന്ന ഇവരെ അടുപ്പിച്ചതും ആഴത്തിൽ സംസാരിപ്പിച്ചതും അടുപ്പിച്ചതും ഒടുവിൽ അടിച്ചുടച്ചത് നമ്മളാണ്. ഈ